തൊഴിലാളി മണ്ഡലം. തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് തിരുവനന്തപുരം ഏജീസ് ഓഫീസ് സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബ് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ ആദ്യ ഭാഗം കേൾക്കാം. ആദ്യമായി ഒരു ലഘുനാടകം, ഓർമ്മകൾ ഉണ്ടായിരുന്നെങ്കിൽ. രചന പ്രേംദേവ് ചാന്നാങ്കര. സംവിധാനം കുമാർജി പാങ്ങപ്പാറ. പങ്കെടുക്കുന്നവർ ബോബൻ MS, അനിൽകുമാർ കുരുവിക്കാട്, അനിരൂപ് SK, നവമി J, ബിന്ദു KN, സന്ധ്യ PV. ഭഗവാനേ, ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പൻ്റെ ഈ അമ്പലത്തിനടുത്ത് തന്നെ ഒരു കട നടത്തുവാൻ ഭാഗ്യം ലഭിച്ചല്ലോ. എൻ്റെ ഗുരുവായൂരപ്പ, രക്ഷിക്കണേ. അല്ല അമ്മച്ചി, അമ്മച്ചിയുടെ മക്കൾ ഇതുവരെയും വന്നില്ലേ? രാവിലെ ഇവിടെ ഇരുത്തിയിട്ട് പോയതാണല്ലോ. ഇതിപ്പം ഉച്ചയായല്ലോ. അവരെവിടെയാ അമ്മച്ചി? അമ്മച്ചി എന്താ ഒന്നും മിണ്ടാതെ നോക്കിയിരിക്കുന്നേ? ഒന്നും കേൾക്കുന്നില്ലേ? കേൾവിക്കുറവായിരിക്കും. അടുത്തു ചെന്ന് ചോദിക്കാം. അമ്മച്ചിയുടെ മക്കൾ എങ്ങോട്ടാ പോയേ? എന്തേലും ഒന്ന് പറയേ. എനിക്കൊന്നും അറിയില്ല മോളെ. അമ്മച്ചിയുടെ പേരെന്താ? പേരോ? എൻ്റെ പേര് എന്താ? എൻ്റെ പേര്. മക്കളുടെ പേരെന്താ? സ്ഥലം എവിടെയാ? എനിക്കൊന്നും ഓർക്കാൻ കഴിയണില്ല. എൻ്റെ ഗുരുവായൂരപ്പ, എന്താ ഞാനീ കേൾക്കണേ? അമ്മച്ചിക്ക് ഒന്നും ഓർമ്മയില്ലേ? വിശക്കുന്നുണ്ടോ അമ്മച്ചിക്ക്? അനിതേ, അതിന്നൊരു ബണ്ണും ഒരു ചായയും എടുത്തേ. ദേ അമ്മേ, ഇത് കഴിച്ചേ. നല്ല വിശപ്പുണ്ടായിരുന്നു. പാവം, കഷ്ടം തന്നെ. മക്കൾ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോയതാ. ഇതിപ്പോ പതിവായിരിക്കുക. ദേ നോക്ക്, ഒരു പോലീസുകാരൻ വരുന്നു. നമുക്ക് വിവരം പറയാം. അല്ല, എന്താ ഒരു കൂട്ടം? ഇതാരാ? ഏതാ ഈ അമ്മച്ചി? രാവിലെ ഒരു 10 മണിയായി കാണും സാറേ. മക്കളാണെന്ന് തോന്നുന്നു. കൊണ്ടുവന്നിരുത്തിയിട്ട് പോയതാ. ഇരുത്തിയിട്ട് പോയതല്ല, കളഞ്ഞിട്ട് പോയതാ. നിങ്ങളൊക്കെ കൂട്ടം കൂടി നിൽക്കാതെ പോണം പോണം. അമ്മച്ചിയുടെ സ്ഥലം എവിടെയാ? അറിയില്ല. സ്ഥലം, പേര് ഒന്നും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. മനസ്സാകെ ഒരിരുട്ടുപോലെ. എന്തു ചെയ്യാനാ സാർ? ഇപ്പോ 3-4 മണിക്കൂറായില്ലേ? അമ്മച്ചിയെ സ്റ്റേഷനിലോട്ട് എത്തിക്കാം. ആ വനിതാ പോലീസിനെ വിളിക്കാം. ഒന്നും ഓർക്കാൻ കഴിയാത്ത ഈ അമ്മച്ചിയോട് എന്തു ചോദിച്ചറിയാനാ? ആരെങ്കിലും വരുമോ എന്ന് നോക്കാം. സാർ, അല്ല, ഇതാരാ ഇത്? ഇത് എൻ്റെ ഗൗരിയല്ലേ? ഗൗരി, എൻ്റെ ഗൗരി, നീ എന്താ ഇവിടെ? എൻ്റെ ഗുരുവായൂരപ്പ, ഗൗരി, നിനക്കെന്തു പറ്റി? ഈ മനുഷ്യനാണോ ഇവിടെ കൊണ്ടാക്കിയത്? അല്ല സാർ, കൊണ്ടുവന്നത് ഒരു 40 വയസ്സോളം തോന്നിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനുമാണ്. ഗൗരി, താങ്കൾ ആരാ? ഞാനൊരു റിട്ടയേർഡ് അധ്യാപകനാണ്. എൻ്റെ പേര് രാമകൃഷ്ണൻ. സ്ഥലം തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എവിടെയാ? കരമന എന്ന സ്ഥലത്താ എൻ്റെ വീട്.
നിങ്ങളുടെ ആരായി അമ്മച്ചി? പണ്ട് ഒരു 40 വർഷം മുമ്പ് ഈ ഗൗരി എൻ്റെ എല്ലാമായിരുന്നു. ഒരു ദിവസം പോലും പരസ്പരം കാണാതിരിക്കാൻ കഴിയാത്തത്ര അടുപ്പത്തിലായിരുന്നു ഞങ്ങൾ. അന്നും അതിന് പ്രണയമെന്നായിരുന്നു പേര്. ഒരുപാട് സ്വപ്നങ്ങൾ ഞങ്ങൾ നെയ്തുകൂട്ടി. 1000 ജന്മം ഞങ്ങൾ ഒരുമിച്ചു ജീവിക്കാൻ ആഗ്രഹിച്ചു. എന്നും ഇവൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് നിറഞ്ഞ പുഞ്ചിരിയോടെ ആയിരുന്നു. എന്നാൽ അന്നൊരിക്കൽ അവസാനമായി അവൾ വന്നത് ശരീരം മുഴുവൻ അടിയുടെ പാടുകളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു. അതെന്താ കാര്യം? അതു ഞാൻ പറയട്ടെ. ഗൗരി, നീ എന്താ ഒന്നും മിണ്ടാത്തെ? നിനക്ക് എന്നെ മനസ്സിലായില്ലേ? വെറുതെ നോക്കിയിരിക്കുന്നു. അത് അമ്മച്ചിക്ക് ഒന്നും ഓർമ്മയൊന്നും ഇല്ലെന്ന് തോന്നുന്നു മാഷേ. അൾഷിമേഴ്സ് എന്ന അസുഖമായിരിക്കും. സ്വന്തം പേര് പോലും ഓർമ്മയില്ല മാഷേ. എന്റെ ഗൗരി, മക്കൾ ഉപേക്ഷിച്ചു പോയതാണെന്ന് തോന്നുന്നു. എന്റെ ഗൗരിക്കുട്ടി, നീ തനിച്ചല്ല. നിന്നെ തനിച്ചാക്കാൻ ഒരു ദൈവവും സമ്മതിക്കില്ല. അതിരിക്കട്ടെ മാഷേ, അന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടുവന്ന കാര്യം മാഷ് പറഞ്ഞില്ല. കേൾക്കട്ടെ മാഷേ. നിങ്ങൾക്ക് കേൾക്കുവാൻ തിടുക്കമായല്ലേ? പറയാം. ഒക്കെ ഇന്നലെ നടന്ന പോലെ എനിക്ക് തോന്നുന്നു. ആ കരച്ചിലും ശബ്ദവും ആ വിറയലും ആ പരിഭ്രമവുമൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഉറഞ്ഞുകൂടുകയാ. രാമേട്ടാ, രാമേട്ടാ! എന്താ ഗൗരി, ഞാൻ എന്താണ് ഈ കാണുന്നത്? എന്റെ ദൈവമേ, ആരാ നിന്നോട് ഈ ക്രൂരത കാണിച്ചത്? നമ്മുടെ ബന്ധം എങ്ങനെയോ അച്ഛൻ അറിഞ്ഞു. എന്നെ ബോധിരെ തല്ലി. അടികൊണ്ട് പൊട്ടാത്ത സ്ഥലം എന്റെ ശരീരത്തിൽ ഇനിയില്ല. ചെറുക്കാൻ വന്ന അമ്മയെ അച്ഛൻ തല്ലി നിലത്തിട്ടു. ഗൗരി, നീ പറയുന്നത്? അവസാനമായി ഒന്ന് കാണുവാനും ചിലത് പറയുവാനും കൂടി അച്ഛൻ പുറത്തു പോയ സമയത്ത് ഞാൻ വന്നതാ. എനിക്ക് ഉടനെ പോകണം. നമ്മളെ ഇനി ഒരുമിച്ച് കണ്ട ഞങ്ങളെ കൊന്നിട്ട് ജയിലിൽ പോകുന്ന അച്ഛൻ പറയുന്നേ. ഗൗരി, നീ പറയുന്നത് സത്യമാണോ? അതെ രാമേട്ടാ. ഞാൻ ഇറങ്ങി വന്ന രാമേട്ടൻ എന്നെ സ്വീകരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ പാവം എന്റെ അമ്മയെ അച്ഛൻ കൊല്ലും. എനിക്കെന്റെ അമ്മ വലുതാണ്. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നു. ഗൗരി, നിനക്കെങ്ങനെ ഈ വിധം സംസാരിക്കുവാൻ കഴിയുന്നു? ഗൗരി, സാരമില്ല. പെറ്റമ്മയെക്കാളും ആരും വലുതല്ല ഗൗരി. നീ ഇനി ഒന്നും പറയണ്ട.
രാമേട്ടാ. ഗൗരി, പെട്ടെന്ന് പൊയ്ക്കോ, ആരും കാണണ്ട. എനിക്ക് ഈ ചതഞ്ഞ ശരീരം കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. രാമേട്ടാ, മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷത്തോടെ പൊയ്ക്കോ ഗൗരി. ഞാൻ പോകുന്നു. ഗൗരി, ഞാൻ മാഷ് കരയുകയാണോ? ഇല്ല, ഞാനൊന്ന് തേങ്ങിപ്പോയി. അന്ന് എൻ്റെ അടുത്ത് നിന്ന് സങ്കടത്തോടെ ഓടിമറഞ്ഞ ഗൗരിയാണ് ഈ ഇരിക്കുന്നത്. പിന്നീട് ഗൗരിയെക്കുറിച്ച് മറ്റൊന്നും അറിഞ്ഞില്ലേ മാഷേ? അറിഞ്ഞു. ഗൗരിയെ മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. പിന്നെ ആ ദുഷ്ടനായ അച്ഛൻ മരിച്ചു എന്നറിഞ്ഞു. ഗൗരിക്ക് ഒരു മകൻ ജനിച്ചു എന്നറിഞ്ഞു. പിന്നെ ഗൗരിയുടെ ഭർത്താവ് ഒരു അപകടത്തിൽ മരിച്ചുവെന്നും കേട്ടറിഞ്ഞു. അതിനുശേഷം ഗൗരിയെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. അപ്പോ മാഷിന്റെ കുടുംബം? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. ഗൗരിയുടെ അന്നത്തെ വാക്ക് മാഷ് പാലിച്ചില്ല അല്ലേ? മറ്റൊരു സ്ത്രീയെ എനിക്ക് എൻ്റെ ഗൗരിയുടെ സ്ഥാനത്ത് സങ്കൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോ മാഷിന്റെ ഗൗരിയെ ഇവിടെ ഉപേക്ഷിച്ചു പോയത് ഗൗരിയുടെ മകനും മരുമകളുമായിരിക്കും. ആയിരിക്കും. അവരത് ചെയ്തത് ദുഷ്ടത്തരമാണെങ്കിലും എനിക്കത് മോക്ഷമായി മാറിയിരിക്കുന്നു. സാറേ, ഈ മാഷിന് ഒരപേക്ഷയുണ്ട്. എൻ്റെ ഈ ഗൗരിയെ ഈ അമ്പലമുറ്റത്ത് വച്ച് തന്നെ എനിക്ക് വിവാഹം കഴിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കണം. അതിനു മുൻപായി പോലീസിന്റെ ഭാഗത്തു നിന്നും ചില നിയമ നടപടികൾ ഒക്കെയുണ്ട്. അത് കഴിഞ്ഞാൽ മാഷിന്റെ ആഗ്രഹം സാധിച്ചു തരുവാൻ പോലീസ് സ്റ്റേഷൻ വരെ ഗൗരിയെയും കൂട്ടി വരേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ഒരു സാക്ഷിയെ കൂടി കൊണ്ടുവരണം. അങ്ങനെ ആയിക്കോട്ടെ സാർ, വളരെ സന്തോഷം. സാർ, സാക്ഷി ഞാനുണ്ട്. മനസ്സിലായില്ല, ആരാണ്? ഞാൻ മാഷിൻ്റെ സ്റ്റുഡൻറ്റ് ഡോക്ടർ ശ്രീഹരി. മാഷിന് എന്നെ മനസ്സിലായില്ലേ? ഞാനല്പം മാറി നിന്ന് എല്ലാം കേൾക്കുകയായിരുന്നു. ആരാണ്? എനിക്കൊരു സാക്ഷി പെട്ടെന്ന്. മാഷെ കരമന ഹൈസ്കൂളിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? നീ പഠിച്ച് ഒരു വലിയ ഡോക്ടറാകുമെന്ന്. ഞാൻ ഡോക്ടറായി മാഷെ. ശരീരത്തിൻ്റെ അല്ല, മനസ്സിൻ്റെ. സന്തോഷമായി. ആട്ടെ, പേര് ഡോക്ടർ ശ്രീഹരി എന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ ഡോക്ടർ ശ്രീഹരി. ഓ, ഓർക്കുന്നുണ്ട്. ശ്രീഹരി, ശ്രീകുട്ടൻ, മിടുക്കൻ. എല്ലാം ഗുരുവായൂരപ്പൻ്റെ കൃപയാണ്. ഡോക്ടർ ശ്രീഹരി, സൈക്കാട്രിസ്റ്റ്. മാഷെ, എല്ലാത്തിനും ഞാൻ കൂടെയുണ്ട്. നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. എന്നാൽ ഇനി സമയം കളയണ്ട, നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം. മാഷെ, ഒരു കാര്യം കൂടി. ഞാൻ കണ്ടുപിടിച്ച ചില സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റിൽ ഒത്തിരി പേരുടെ ഓർമ്മകൾ വീണ്ടെടുത്തിട്ടുണ്ട്. ഈ അടുത്തു നിൽക്കുന്നത് ആരാണെന്ന് പറഞ്ഞില്ല. ഇതെൻ്റെ വൈഫാ, ഡോക്ടർ ശാന്തി, ന്യൂറോളജിസ്റ്റാ. നമസ്കാരം മാഷേ. നമസ്കാരം. ഹരിയേട്ടൻ മാഷിനെ കുറിച്ച് പറയാറുണ്ട്. സംസാരിച്ച് സമയം കളയണ്ട, വേഗം സ്റ്റേഷനിലേക്ക് വരൂ. ശരി സാർ. ഗൗരി,
നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം. മാഷേ, നമ്മളെത്തിയത് നല്ല സമയത്താ. ഗുരുവായൂരമ്പലത്തിലെ ദീപാരാധന സമയമാണ്. ഭഗവാനെ, ഗുരുവായൂരപ്പ കാക്കണേ. ശ്രീഹരി, പോലീസ് സ്റ്റേഷന്റെ നടപടികളൊക്കെ പൂർത്തിയായല്ലോ. അതുതന്നെ സമാധാനം. ഗുരുവായൂരപ്പൻ്റെ ഈ അമ്പലനടയിൽ വച്ച് കല്യാണം നടത്തുവാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ഗൗരിയുടെ കഴുത്തിൽ താലി ചാർത്തുവാനുള്ള ഭാഗ്യം, അതും ഗുരുവായൂരപ്പന്റെ നടയിൽ. മാഷിന് സന്തോഷമായി. എന്താണ് രണ്ടാളും കൂടി? ആ പിന്നെ പത്രക്കാരും ചാനലുകാരും ഒക്കെ എത്തിയിട്ടുണ്ട്. മാഷേ, സന്തോഷമായില്ലേ? സന്തോഷമായി സാർ. എന്നാൽ പിന്നെ ചടങ്ങുകൾ തുടങ്ങിയാട്ടെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി സാർ. മാഷിൻ്റെയും ഗൗരിയുടെയും കല്യാണം ചാനലുകാർ ഒപ്പിയെടുത്ത് വാർത്തയാക്കും. ഗുരുവായൂർ അമ്പലനടയിൽ ഗൗരിയെക്കൊണ്ട് വിട്ട മകനും മരുമകളും ഇത് കണ്ട് ഞെട്ടട്ടെ. ഗൗരി, നിനക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചുകൂടെ? നിനക്ക് ഒന്നും ഓർക്കുവാൻ കഴിയുന്നില്ല അല്ലേ ഗൗരി? ഞാൻ അറിയില്ല. ഗൗരി, എന്റെ ഗൗരി. മാഷ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. കുറേയേറെ യാതനകൾ അനുഭവിച്ച ഒരു അമ്മയല്ലേ. എന്നാൽ മേളവും മറ്റും തുടങ്ങട്ടെ. മാഷേ, ആ ഹാരം ഗൗരിയുടെ കഴുത്തിലോട്ട് അങ്ങനെ. ഡോക്ടർ ശ്രീഹരി, ഗൗരിയെ ഒന്ന് ഹാരമിടുവാൻ ഒന്ന് സഹായിക്കൂ. അങ്ങനെ മാഷും പഴയ ഗൗരിയും തമ്മിലുള്ള വിവാഹം ഗുരുവായൂരപ്പൻ്റെ നടയിൽ സഫലമായി. ഗുരുവായൂരപ്പൻ സാക്ഷി. ഇനി ഗുരുവായൂരിൽ നിന്ന് അനന്തപത്മനാഭൻ്റെ നാട്ടിലേക്ക്. പോലീസ് ഏമാന്മാരോടും ഷീലയോടും സഹായിച്ച നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ഏറെ നന്ദിയുണ്ട്. വളരെ നന്ദി. മാഷേ, വളരെ സന്തോഷമായി. എൻ്റെ ഗുരുനാഥൻ്റെ മംഗളകർമ്മത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. ഈ മംഗളകർമ്മം നടന്ന സമയത്ത് ആ ശംഖുനാഥൻ തന്നെ ഗുരുവായൂരപ്പൻ രണ്ടുപേരെയും അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള സൂചനയാണ്. ശ്രീഹരി, നമുക്ക് വളരെ സന്തോഷമായി. ഗൗരി, നമ്മളെ ഗുരുവായൂരപ്പൻ പ്രസാദിച്ചിരിക്കുന്നു. എന്റെ ഗൗരി, എന്താ നീ ഒന്നും മിണ്ടാത്തെ? മാഷേ, എല്ലാം ഗുരുവായൂരപ്പൻ നേരെയാക്കും. ഉറപ്പ് മാഷേ. ഇനി എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ കൂടെ എപ്പോഴും ഉണ്ടാകും. സത്യം. എല്ലാത്തിനും വഴികാട്ടിയായ എന്റെ ഗുരുവായൂരപ്പ, ഇനിയും ഞങ്ങളെ രക്ഷിക്കണേ. ഗുരുവായൂരപ്പ, ഭഗവാനെ, ഗുരുവായൂരപ്പ, എന്റെ ഗുരുവായൂരപ്പ. ഓർമ്മകൾ ഉണ്ടായിരുന്നെങ്കിൽ കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: മാഷ് ബോബൻ MS, ഡോക്ടർ ശ്രീഹരി അനിൽകുമാർ കുരുവിക്കാട്, പോലീസ് അനിരൂപ് SK, ഗൗരി നവമി J, ഷീല ബിന്ദു
KN, ഡോക്ടർ ശാന്തി, സന്ധ്യ PV. തിരുവനന്തപുരം ഏജീസ് ഓഫീസ് സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബ് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളുടെ ആദ്യ ഭാഗമാണ് തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത്. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത ബുധനാഴ്ച രാത്രി 7:35 തൊഴിലാളി മണ്ഡലത്തിൽ കേൾക്കാം. നിർവഹണം സെവിൽ ജിഹാൻ. നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.